Hey guys, good morning. Welcome back to my channel Jazz Stories. അപ്പോൾ ദേ രാവിലെ 6 മണിയായി കേട്ടോ. ഡ്യൂട്ടിക്ക് പോകാൻ റെഡിയാവണേ. ഡ്യൂട്ടി ഇല്ലാത്തപ്പം വേഗം എണീക്കേ. ഡ്യൂട്ടി ഉള്ളപ്പോൾ ആണെങ്കിൽ എണീക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. പക്ഷെ കുറച്ച് നേരോടെ ഉറങ്ങാമല്ലോ എന്ന് വിചാരിക്കുവേ. എന്ത് ചെയ്യാനാ, പണിയെടുത്തല്ലേ പറ്റുമോ ജീവിക്കാൻ. അങ്ങനെ രാവിലെ എണീറ്റ് ബെഡൊക്കെ ചെയ്ത് പല്ലൊക്കെ തേച്ച് രാവിലത്തെ പരിപാടിക്ക് ചെയ്യാൻ പോവാണേ. പിന്നെ എന്താ, ആസ് യൂഷ്വൽ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യണം, കഴിക്കണം, അങ്ങനെയൊക്കെയാണ് രാവിലത്തെ പരിപാടികൾ കേട്ടോ. റെഡി ആവണം, പിന്നെ റെഡി ആയിട്ട് ഡ്യൂട്ടിക്ക് പോകണം. ഞാൻ ഡ്യൂട്ടി ഉള്ളപ്പോൾ രാവിലെ ഒരു 6-6:15 ആകുമ്പം എണീക്കുക കേട്ടോ. ഇൻ കേസ് ഞാൻ ലേറ്റായിട്ട് കിടന്നാൽ ഒരു 6:30 വരെയൊക്കെ ഉറങ്ങുവേ. അങ്ങനെ എണീറ്റ് ഇൻ കേസ് ഡ്യൂട്ടി ഇല്ലെങ്കിൽ ഞാനൊരു 7-7:30 വരെ ഉറങ്ങും കേട്ടോ. അതാണ് എൻ്റെ രാവിലത്തെ റൂട്ടീന്. രാവിലെ എണീറ്റ് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. എത്ര ലേറ്റ് ആയാലും രാവിലെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും, ഒരു വാം വാട്ടർ കുടിക്കും. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കാരണം എനിക്ക് ഈ ലോങ് ഡേ ഉള്ളപ്പോൾ ഞാൻ ദോശ മാവ് കരച്ച് വെക്കും കേട്ടോ. നമുക്ക് 2 ഡേയ്സിനൊക്കെ പോകും ദോശ മാവ് കരച്ച് വെക്കുകയാണെങ്കിൽ, ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പം നമുക്ക് നെയ്യൊക്കെ ഇടുവാണേ. എനിക്ക് നെയ്യുടെ ആ ഫ്ലേവർ ഇഷ്ടമാണ് ദോശക്കകത്ത്. പിന്നെ എനിക്ക് സീരിയൽസും ബ്രെഡും ടോസ്റ്റും എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. കാരണം അത് കഴിക്കുമ്പോൾ എനിക്കൊരു ഫുഡ് കഴിക്കുന്നതെന്ന് തോന്നുന്നില്ല. കാരണം അതൊക്കെ ഒരു പ്രോസസ്ഡ് ഫുഡല്ലേ. എനിക്ക് പ്രോസസ്ഡ് ഫുഡിനൊന്നും താല്പര്യമില്ല കേട്ടോ. സീരിയൽസ് കഴിക്കുമ്പോൾ എനിക്ക് ഈ എന്താ പറയുക, നമ്മൾ പിണ്ണാക്ക് കഴിക്കുന്ന പോലെ അല്ലേ, പശുവിന് പിണ്ണാക്ക് കൊടുക്കുന്ന പോലെ, അതുപോലെയൊക്കെ എനിക്ക് തോന്നുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണോ സീരിയൽസോ, അതോ നിങ്ങൾക്ക് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇഷ്ടം കൂടുതലും? ഫ്ലിപ്പ് ചെയ്യാവേ. നന്നായിട്ടായി വന്നിട്ടുണ്ട്. എനിക്ക് ഈ ദോശ ഇഷ്ടമാണ്. ദോശ എസ്പെഷ്യലി എനിക്ക് ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ ദോശ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനിന്ന് ഉണ്ടാക്കി ടൊമാറ്റോ ചട്നിയാണ്, ഞാൻ കാണിക്കാം. ഞാൻ എല്ലാം പ്രീവിയസ് ഡേ ഉണ്ടാക്കി വെക്കും കേട്ടോ. രാവിലെ 6 മണിക്കൊക്കെ എണീറ്റ് നമുക്ക് ദോശയൊക്കെ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ, ചട്നിയൊക്കെ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ഭയങ്കര പാടാണ്. ഞാൻ പ്രീവിയസ് ഡേ എല്ലാം ഉണ്ടാക്കി വെക്കും, ലഞ്ചും എല്ലാം ഉണ്ടാക്കി വെക്കും. ഇപ്പോൾ രാവിലെ ഉണ്ടാക്കി 2 ദോശ ചൂടുക, കഴിക്കുക, പോവുക. പിന്നെ ഇപ്പം ഞാൻ ഡ്യൂട്ടി ഇല്ലാത്ത സമയത്ത് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കും കേട്ടോ. ഇതിപ്പം എനിക്ക് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് ഞാൻ ദോശയൊക്കെ എളുപ്പത്തിന് ഞാൻ ദോശ മാവ് അരച്ച് വെച്ചാൽ നമുക്ക് രാവിലെ ഉണ്ടാക്കാമല്ലോ. ഈ വൈകുന്നേരം നമുക്ക് അത് തന്നെ കഴിക്കാം. പിന്നെ നെക്സ്റ്റ് 2 ദിവസത്തിന് നമുക്ക് ദോശ ഓടും. അടിപൊളി ദോശയും ചട്നിയും റെഡിയായി. ഇപ്പം ഞാൻ 2 ദോശ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ടൊമാറ്റോ ചട്നി ആട്ടോ, ഞാൻ ഇന്നലെ ഉണ്ടാക്കി വെച്ചാണ് ടൊമാറ്റോ ചട്നി. അങ്ങനെ നമുക്ക് ടൊമാറ്റോ ചട്നിയും കൂട്ടി ദോശ കഴിക്കാം. സോ ഗൈസ്, ഡ്യൂട്ടി പോകാൻ റെഡി ആവുക കേട്ടോ. പടപടാന്ന് റെഡിയായി ഞാൻ. കാരണം രാവിലെ സമയം പോകുന്നേ അറിയത്തില്ല കേട്ടോ. നമ്മൾ 6 മണിക്ക് എണീറ്റാലും ചിലപ്പം ചില സമയത്തൊക്കെ ഞാൻ 6:15 ആയി പോവും. അലാമൊക്കെ ഓഫ് ചെയ്ത് കുറച്ചുകൂടെ കിടക്കും, തണുപ്പൊക്കെ ഉള്ളപ്പോൾ. അപ്പം അങ്ങനെ ഇന്ന് പക്ഷെ ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് 6 മണിക്ക് എണീറ്റു കേട്ടോ. അങ്ങനെ റെഡിയായി. അങ്ങനെ ഓൾമോസ്റ്റ് നമുക്കിപ്പം പോകാൻ സമയമായി. അവിടെ പോയിട്ട് തലയൊക്കെ കെട്ടി വെക്കണം കേട്ടോ. ഇവിടെ ഞാൻ കളർ ഡ്രസ്സിൽ പോയിട്ട് അവിടെ പോയിട്ട് ഡ്രസ്സ് മാറണം, സ്ക്രബ് ഇടണം. എന്നിട്ട് അപ്പം അവിടെ പോയിട്ട് നമുക്ക് മുടിയിൽ കെട്ടാം. ഓക്കെ, റെഡിയായി. ഓൾമോസ്റ്റ് 7:30 ആറായി. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇറങ്ങാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഇറങ്ങാം. ഞാൻ ഹോസ്പിറ്റലിൽ കാണിക്കാം കേട്ടോ. ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നത് കാണിക്കാവേ. ചിലപ്പോൾ ഈ ഹോസ്പിറ്റലിൽ ഇൻസൈഡ് ഞാൻ കാണിക്കത്തില്ല, കാരണം നമ്മുടെ പോളിസീസ് അനുസരിച്ച് നമുക്ക് അങ്ങനെ കാണിക്കാൻ പാടില്ല. ബട്ട് ഞാൻ ഔട്ട്സൈഡിൽ നിന്ന് കാണിക്കാം കേട്ടോ. നല്ല മൂടലുണ്ട്, നല്ല ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. സോ കുറച്ച് നടന്നാൽ മതി. ഈ എസ്റ്റേറ്റ് കഴിഞ്ഞ് ക്രോസ് ചെയ്താൽ ഹോസ്പിറ്റലിൽ എത്തും കേട്ടോ. കാണിക്കാവേ. ഹോസ്പിറ്റലിൽ ഇതാണ് എൻ്റെ ഹോസ്പിറ്റൽ. അപ്പം ഇത്രയും അടുത്താട്ടോ. ഞാൻ ഇന്ന് ക്രോസ് ചെയ്ത് പോയാൽ ഹോസ്പിറ്റലിൽ എത്തി. അങ്ങനെ സോ ഗൈസ്, അങ്ങനെ ഞാൻ തിയേറ്ററിൽ എത്തി കേട്ടോ. ഡ്രസ്സൊക്കെ മാറിയേ, സ്ക്രബാണ് ഇട്ടേക്കണേ. അപ്പോൾ ഞങ്ങൾ തിയേറ്ററിനകത്ത് കയറുമ്പം ഡ്രസ്സൊക്കെ മാറി, എല്ലാം ഷൂസ് മാറണം, ഡ്രസ്സ് മാറണം, ഹാറ്റ് മാറണം, എല്ലാം മാറണം കേട്ടോ. അകത്തോട് കയറുമ്പോൾ മാസ്ക് മാറ്റണേ.
അപ്പം ഡ്യൂട്ടിക്ക് അകത്ത് നമുക്ക് ഈ വീഡിയോസ് എടുക്കാൻ എല്ലാവരും അല്ല. അപ്പം ഞാൻ അതുകൊണ്ടാണ് ചേഞ്ചിങ് റൂമിൽ തന്നെ വീഡിയോ എടുത്തത് കേട്ടോ. അപ്പം ഞാൻ ബ്രേക്ക് ടൈമിൽ വീഡിയോ എടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് ബ്രേക്ക് ടൈമിൽ കാണാം. സീ യു ഗൈസ്. സോ ഗൈസ് ഐ എം ബാക്ക്. അങ്ങനെ ഇപ്പോൾ ടീ ടൈമാണ്. അപ്പം നമുക്കാണെങ്കിൽ ഇവിടെ 3 ബ്രേക്ക് കിട്ടും. രാവിലെ 10 o'clock ബ്രേക്ക് കിട്ടും, പിന്നെ ഉച്ചയ്ക്ക് ഒരു ബ്രേക്ക് കിട്ടും, പിന്നെ വൈകുന്നേരം ഒരു ബ്രേക്ക് കിട്ടും. ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക് ഒരു 10 to 15 minutes ഉള്ളൂ കേട്ടോ. അപ്പം ആഫ്റ്റർനൂൺ ലഞ്ച് ബ്രേക്ക് ഹാഫ് ആൻ അവർ ആണ്. ചിലപ്പോൾ എനിക്ക് ആഫ്റ്റർനൂൺ വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം ഒത്തിരി പേര് ലഞ്ച് ടൈം കാണുമായിരിക്കും കേട്ടോ. പക്ഷെ ഞാൻ ഇന്ന് ലഞ്ചിന് കൊണ്ടുവന്ന പുലാവാണ് കേട്ടോ. പുലാവും പിന്നെ റായത്തായും ചട്നി, ഗ്രീൻ ചട്നി കേട്ടോ, കർണാടക സ്റ്റൈലാണ്. പിന്നെ ഞങ്ങൾ ഒരു കോഫി കുടിക്കാൻ വിചാരിച്ചു 10 o'clock ബ്രേക്കിന്. അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. ഓക്കെ, ഇനി ഞാൻ വൈകുന്നേരം വീട്ടിൽ പോയിട്ടുള്ള ബാക്കി വീഡിയോസ് എടുക്കാം കേട്ടോ. കാരണം ലഞ്ച് ടൈം ഇവിടെ എപ്പോഴും ബിസിയാണ്. എല്ലാ ഡോക്ടേഴ്സും നഴ്സസൊക്കെ ലഞ്ച് കഴിക്കുന്ന സമയം കേട്ടോ. ഇപ്പം ടീ ടൈം ആരും ഇല്ല, അതുകൊണ്ട് ഞാൻ വിചാരിച്ച ഒരു വീഡിയോ എടുത്തേക്കാണ്. ഓക്കെ, സോ ഗൈസ് അങ്ങനെ ഞാൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി. എനിക്ക് ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് പിന്നെ തിരക്കായി പോയി കേട്ടോ. അങ്ങനെ വീഡിയോസ് എടുക്കാനേ പറ്റില്ല. വിമൻ്റെ ബ്രേക്ക് എനിക്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ നല്ല ടയേർഡ് ആയിട്ടുണ്ട്. ഡയറക്റ്റ് ഞാൻ പോയിട്ട് കുളിച്ചിട്ട് അങ്ങനെ കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ വീഡിയോ എടുക്കാമെന്ന് ഓർത്ത്. അപ്പം വന്ന ഉടനെ ഞാൻ സ്വീറ്റ് പൊട്ടാറ്റോ കുക്കറിൽ വെച്ചു കേട്ടോ. ഒറ്റ വിസിൽ കൊണ്ട് ഇത് വേവും. ഇവിടെ കിട്ടുന്ന സ്വീറ്റ് പൊട്ടാറ്റോ ഇങ്ങനെയാണ് കേട്ടോ, നല്ലതായിട്ട് ഓറഞ്ച് കളറാണ് കേട്ടോ. നാട്ടിൽ കിട്ടുന്ന പോലത്തെ സ്വീറ്റ് പൊട്ടാറ്റോ അല്ല കേട്ടോ ഇത്. ഇവിടെ കിട്ടുന്നത്, അയർലൻഡിലൊക്കെ കിട്ടുന്ന സ്വീറ്റ് പൊട്ടാറ്റോ ഒരു ഓറഞ്ച് കളറാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. പണ്ട് എനിക്ക് ഈ ടേസ്റ്റ് അത്രയും ഇഷ്ടപ്പെടത്തില്ലായിരുന്നു. അപ്പം ഞാൻ പിന്നെ കഴിച്ച് എനിക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഹെൽത്തി ഉള്ള സംഭവമാണ്. ഞാൻ രാത്രി കഴിക്കുമ്പോൾ റൈസ് കഴിക്കത്തില്ല കേട്ടോ. ഒരു ഉച്ചയ്ക്ക് ഒരു നേരം മാത്രമേ റൈസ് കഴിക്കത്തുള്ളൂ, കാരണം കാർബ്സ് അല്ലേ. അപ്പം ഞാൻ ഇങ്ങനത്തെ സംഭവങ്ങൾ സ്വീറ്റ് പൊട്ടാറ്റോയോ അല്ലെങ്കിൽ ഓട്സിൻ്റെ ഉള്ള പുട്ടോ അങ്ങനെയൊക്കെ കഴിച്ചിട്ട് ടീക്ക് എടുത്ത് കഴിക്കട്ടെ. ഞാൻ ടീയുടെ കൂടെ കഴിക്കട്ടോ. ഞാൻ ഇന്ന് 2 പ്രാവശ്യം ചായ കുടിച്ചു കേട്ടോ. അതുകൊണ്ട് ഞാൻ ചായ കുടിക്കണ്ട, വെള്ളം കുടിച്ചേക്കാന്ന് വിചാരിച്ചു. സ്വീറ്റ് പൊട്ടാറ്റോ കൂടെ രാവിലെ ചായ കുടിച്ചില്ല. അപ്പം ഞാൻ രാവിലെ 10 മണിയുടെ ബ്രേക്കിന് ചായ കുടിച്ചല്ലോ. അത് ഞാൻ 4 o'clock ബ്രേക്കിനും ചായ കുടിച്ചേ. ഞാൻ ചായ വേണ്ട, കാരണം നമ്മൾ ചായ കുടിക്കുമ്പോൾ എനിക്ക് ഷുഗർ ഇല്ലാതെ കുടിക്കാൻ ഒരു മടിയാണ്. അപ്പം നമ്മൾ അതിൽ കൂടുതലും ചായ കുടിക്കുന്നതോടെ കൂടുതലും ഷുഗർ ആഡ് ചെയ്യുമല്ലേ. അപ്പം അധികം മിണ്ടുന്നില്ല. ഞാനത് സ്വീറ്റ് പൊട്ടാറ്റോ നല്ല ചൂടോടെ ആവി വറുക്കുന്നുണ്ടോ കഴിക്കാൻ പോവാണ്. പിന്നെ ഗൈസ് ഒരു കളി ഞാൻ പറയണമെന്ന് വിചാരിച്ചാണേ. ഇപ്പം ഞാനിവിടെ അയർലൻഡിൽ വന്നിട്ട് 4ാമത്തെ വർഷം കേട്ടോ. അപ്പം 4 വർഷമായി. ഇവിടുത്തെ എൻ്റെ തിയേറ്ററിൽ ഡ്യൂട്ടി എന്ന് വെച്ചാൽ വീക്ക്ലി 4 days ആണ് നോർമൽ ഡ്യൂട്ടി കേട്ടോ. അപ്പം നമ്മുടെ നാട്ടിലെ പോലെ ഇങ്ങനെ മോർണിംഗ് ഈവനിങ് ഷിഫ്റ്റ് ഒന്നുമില്ല. ഇപ്പോൾ 2 ഷിഫ്റ്റ്, മീൻസ് ഒരു ഷിഫ്റ്റേ ഉള്ളൂ, 8 to 6 ഷിഫ്റ്റ്. ഓക്കെ, ഒരു ലോങ് ഡേ ആണ്, അതിന് ലോങ് ഡേ എന്ന് പറയേ. ഇപ്പോൾ 8 to 6 ഷിഫ്റ്റ്. ഇപ്പോൾ ഞാൻ 8 to 6 ഷിഫ്റ്റ് മാത്രമാണ് ചെയ്യണമെങ്കിൽ എനിക്ക് ആഴ്ചയിൽ 4 ദിവസം ഡ്യൂട്ടി ഉള്ളത്. അപ്പം 3 ദിവസം ഓഫ് ഉണ്ട്. പിന്നെയാണെങ്കിൽ നമ്മൾ ഒരു 2 years ഒക്കെ കഴിയുമ്പം അവർ ഓൺ കോൾ ഡ്യൂട്ടി ഇടാൻ തുടങ്ങേ. കാരണം നമ്മൾ റൊട്ടേഷൻ എല്ലാ തിയേറ്ററും, ഇപ്പം ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ വെച്ചാൽ 10 തിയേറ്റർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 10 തിയേറ്ററിൽ നമുക്ക് 10 തിയേറ്റർ, ഒരു ഐ തിയേറ്റർ ഉണ്ട്. അപ്പോൾ ഐ തിയേറ്ററിൽ നമുക്ക് റൊട്ടേഷൻ ഒന്നും പോകണ്ട. ബാക്കിയെല്ലാം തിയേറ്ററിൽ നമ്മൾ റൊട്ടേഷൻ, ഇപ്പോൾ ENT, ഓർത്തോ, വാസ്കുലർ, റോബോട്ടിക്, പിന്നെ ഗൈനി, കൊളറക്ടൽ, അങ്ങനെ കുറേ യൂറോളജി ഉണ്ട്, അങ്ങനെ കുറേ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടല്ലോ. അപ്പം ഓരോ സ്ഥലത്ത് നമ്മൾ റൊട്ടേഷൻ ഇടും. റൊട്ടേഷൻ ഇട്ട് നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞ് പിന്നെ എൻ്റെ ഹോസ്പിറ്റലിൽ ഇവിടെ നമ്മൾ അനസ്തേസിയം പഠിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ അനസ്തെറ്റിക് കോമ്പറ്റൻസി എന്ന് വെച്ചാൽ ഒരു കോമ്പറ്റൻസി കൂടെ ഉണ്ട്. നമ്മൾ പേഷ്യൻറ്റ് ഇൻക്യുബേറ്റ് ചെയ്യുമ്പം നമ്മൾ അസിസ്റ്റ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള സംഭവമുണ്ട്. അപ്പോൾ അതൊക്കെ കോമ്പറ്റൻ്റ് ആകുമ്പം നമ്മൾ ഓൺ കോൾ ഡ്യൂട്ടി ഇടും. ഓൺ കോൾ ഡ്യൂട്ടി എന്ന് വെച്ചാൽ 2 o'clock തുടങ്ങി 10 വരെയാണ് നോർമൽ ഡ്യൂട്ടി. അത് കഴിഞ്ഞ് നമ്മൾ കോൾ, ഇപ്പോൾ പേഷ്യൻറ്റ് നമുക്ക് ഇൻ കേസ് കേസ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കേസ് തീർത്തിട്ടേ വരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കേസ് ഇല്ലെങ്കിൽ നമ്മൾ 10 വീട്ടിൽ വന്നിട്ട് ഉറങ്ങുമ്പോൾ കേസ് ഉണ്ടെങ്കിൽ നമ്മൾ രാത്രി വിളിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ പോയേ പറ്റൂ ആ സമയത്ത്. അപ്പോൾ ഓൺ കോൾ ഡ്യൂട്ടി ചിലപ്പോൾ നമ്മൾ അപ്പോളിനായിട്ടായിരിക്കും കേട്ടോ. എനിക്ക് മിനിഞ്ഞാന്ന് ഞാൻ 2 മണിക്ക് ഉച്ചയ്ക്ക് 2 മണിക്ക് പോയിട്ട് വന്നത് എപ്പോഴാണെന്നറിയോ? രാവിലെ 5 മണിക്ക്. അപ്പോൾ നമ്മൾ സ്ട്രേറ്റ് നിൽക്കുവാണ്. ഇടയ്ക്ക് ഒരു ഡിന്നർ ബ്രേക്ക് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ചായയുടെ ബ്രേക്ക്. അപ്പം കാലൊക്കെ നല്ല വേദനയ്ക്കും. എന്നിട്ട് ഇന്ന് രാവിലെ ഡ്യൂട്ടിക്കും പോയി കേട്ടോ. അപ്പം ഇന്നലത്തെ ഉറക്കം ബ്രേക്ക് ആയിട്ടുണ്ട്. രാത്രി ആണെങ്കിൽ ഉറങ്ങാൻ പറ്റിയിട്ടില്ല. കാരണം ഒരു ദിവസം ഉറക്കം ബ്രേക്ക് ആയെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഡേ ഉറങ്ങാനും പറ്റില്ല കേട്ടോ. പിന്നെ ഇന്ന് ഡ്യൂട്ടിക്ക് പോകേണ്ടായിരുന്നു. നല്ല ടയർഡാണ് ഇന്ന്.
എന്നാലും ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു തരാമെന്ന്. ഓക്കെ. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഡബ്ലിനിൽ ഒരാളോട് സംസാരിച്ചു, അപ്പോൾ നേഴ്സോട് സംസാരിച്ചു. പക്ഷെ അവർക്കാണെങ്കിൽ ഡ്യൂട്ടി എന്ന് വെച്ചാൽ മൺഡേ ടു ഫ്രൈഡേ ആട്ടോ. അപ്പോൾ മൺഡേ ടു ഫ്രൈഡേ അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ 5 ദിവസം ഡ്യൂട്ടിക്ക് പോകണം, 2 ദിവസം ഓഫ്. അപ്പം നമ്മുടെ ഇവിടെ അയർലൻഡിൽ 37.5 hours വർക്കിംഗ് അവേഴ്സ് കേട്ടോ. അപ്പം ഒരു വീക്കിൽ മൺഡേ ടു ഫ്രൈഡേ പോയാലും ആഴ്ച 4 ദിവസം പോയാലും നമ്മൾ 37.5 hours കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ. അതാണ് ഫുൾ ടൈം ഷിഫ്റ്റ്. നമുക്ക് പാർട്ട് ടൈം ആയിട്ടും പോവാം. പിന്നെ നമുക്ക് ഇപ്പോൾ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പാരന്റൽ ലീവ് ഉണ്ട് കേട്ടോ, പാരന്റൽ ലീവ് എടുക്കാം. അപ്പോൾ ആ പാരന്റൽ ലീവിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആഴ്ചയിൽ നമുക്ക് എത്ര അവേഴ്സ് കട്ട് ചെയ്യണ്ടേ അത്രയും അവേഴ്സ് പോകണ്ട. പക്ഷെ നമ്മുടെ സാലറി കട്ടാവും കേട്ടോ നമുക്ക്. പക്ഷെ എന്നാലും വീട്ടിലൊരാളെ നിർത്തി പിള്ളേരെ നോക്കണ്ടാണല്ലോ, നല്ല ക്രഷിൽ ഇടണല്ലോ. അപ്പോൾ അത്രയും പൈസ സേവ് ആവും. പക്ഷെ നമ്മുടെ സാലറി കട്ടാവും കേട്ടോ പൈസ. അങ്ങനെ ഒക്കെയാണ് കേട്ടോ കാര്യങ്ങൾ. അപ്പം ഞാൻ ഓൺ കോൾ ഡ്യൂട്ടി എങ്ങനെയാണെന്ന് വെച്ചാൽ 2 ലോങ് ഡേ ഉണ്ട്. അപ്പം ലോങ് ഡേ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു 8 to 6, പിന്നെ ഒരു ഹാഫ് ഡേ ഉണ്ട്. പിന്നെ ആണെങ്കിൽ ഒരു ഓൺ കോൾ. ഓക്കെ. 2 to 2 o'clock തുടങ്ങിയ ഡ്യൂട്ടി ഉണ്ട്. ഓക്കെ. അപ്പം 2 ഓഫും പിന്നെ ഒരു പോസ്റ്റ് കോൾ കിട്ടും. പോസ്റ്റ് കോൾ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പോസ്റ്റ് കോളിന് പണ്ട് പോകണമായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം ജോയിൻ ചെയ്ത സമയത്തൊക്കെ പോസ്റ്റ് കോളിന് പോകണമായിരുന്നേ. അപ്പം നമ്മൾ എത്ര വീക്കാണ് രാവിലെ ഒരു 9 മണി ആയിട്ട് പോയിട്ട് പിന്നെ 2 മണിക്ക് ചിലപ്പോൾ നമ്മൾ ഉറങ്ങാതെ അത്രയും 24 hours ഷിഫ്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. താങ്ക്ഫുള്ളി ഇപ്പോൾ പോസ്റ്റ് കോൾ പോകണ്ടാണ്. പക്ഷേ 12 hours കട്ടാവും. എന്നാലും കുഴപ്പമില്ല കേട്ടോ, നമുക്ക് റെസ്റ്റിംഗ് ടൈം കിട്ടുമല്ലോ. അങ്ങനെ ഇറ്റ് ഡിഫേഴ്സ് ഫ്രം ഹോസ്പിറ്റൽ ടു ഹോസ്പിറ്റൽ കേട്ടോ. പിന്നെ ആണെങ്കിൽ വാർഡിലൊക്കെ ആണെങ്കിൽ ഡ്യൂട്ടീസ് ഡിഫറെൻ്റ് ആണേ. അപ്പോൾ വാർഡിൽ 12 hour ഷിഫ്റ്റ് ആണ് അയർലൻഡിലൊക്കെ. അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ 8 to 8 ആണ്. ഓക്കെ. അപ്പം വീക്കിലി 3 days പോയാൽ മതി വാർഡിലേക്കാണ്. പിന്നെ വാർഡിലൊരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നൈറ്റ് ഷിഫ്റ്റ് 4 days സ്ട്രേറ്റ് പോയിട്ട് 1 week അവർക്ക് ലീവ് ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഒരു 3 night വരുവേ. അപ്പം 7 nights ഉണ്ട് മന്ത്ലി. അപ്പം 4 straight nights ഇടയ്ക്ക് 1 week ലീവും വരും, ഓഫും വരും. പിന്നെ 3 nights വരെ വരും കേട്ടോ അവർക്ക്. അപ്പം അങ്ങനെ നല്ല അടിപൊളിയല്ലേ. അപ്പം വാർഡിൽ അങ്ങനെ നല്ലതാണ്. പക്ഷെ 12 hour ഷിഫ്റ്റൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെയ്യാൻ. നമ്മൾ മടുത്തു പോകും 12 hour ഷിഫ്റ്റ്. ഇപ്പോൾ 10 hour ഷിഫ്റ്റിന് എനിക്ക് വയ്യ. പക്ഷെ പിന്നെ തിയേറ്ററിൽ എന്ന് വെച്ചാൽ കുറച്ചുകൂടെ സേഫ് ആണ്. ഇപ്പം എല്ലാവരും നമുക്ക് പേഷ്യൻ്റ് നമ്മുടെ കയ്യിൽ നമ്മൾ മാത്രമല്ല നോക്കുന്നത്. അതിന് ഡോക്ടേഴ്സ് ഉണ്ട്, പിന്നെ സർജൻസ് ഉണ്ട്, എല്ലാവരും ഒത്തിരി പേരുണ്ട് നമ്മുടെ കൂടെ അല്ലേ. പക്ഷെ വാർഡിൽ നമ്മൾ നോക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഡോക്ടേഴ്സൊക്കെ അവിടെ കാണത്തില്ലല്ലോ, അവർ വേറെ അടുത്താണല്ലോ. അപ്പോൾ അവർ ബ്ലീപ്പ് ചെയ്ത് വിളിക്കുകയൊക്കെ ചെയ്യണം എന്തെങ്കിലും എമർജൻസി വരുന്നെങ്കിലും. അപ്പം അങ്ങനെ നമ്മുടെ തിയേറ്റർ എനിക്ക് ഒത്തിരി സേഫായിട്ട് തോന്നിയിട്ടുണ്ടേ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഞാൻ 6 മണിയൊക്കെ ആയപ്പം ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ഞാനിപ്പം ചായ ഞാൻ യൂഷ്വലി ചായയും എന്തെങ്കിലുമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കഴിക്കത്തില്ല കേട്ടോ. എനിക്ക് പിന്നെ വിശക്കത്തില്ല. പിന്നെ ഞാൻ എന്താ നോക്കുന്നത് വെച്ചാൽ ബിഫോർ 6 o'clock അല്ലെങ്കിൽ മാക്സിമം ബിഫോർ 7 o'clock. കാരണം 6 o'clock എനിക്ക് പറ്റില്ലല്ലോ, ഡ്യൂട്ടിക്ക് ആകുമ്പോൾ എനിക്ക് വന്ന് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ മാക്സിമം ബിഫോർ 7 o'clock കഴിക്കും കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞാനൊന്നും കഴിക്കത്തില്ല കേട്ടോ. പിന്നെ വെള്ളം സത്യം പിന്നെ കുടിക്കാൻ പാടില്ല. പക്ഷെ എനിക്ക് നമ്മൾ നേഴ്സസ് ആയതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ സ്ക്രബ് ആയിരിക്കും, വെള്ളം കുടിക്കാനും സമയം കിട്ടത്തില്ല. അപ്പം ഒരു ദിവസം ഒരു 2 liters വെള്ളം കുടിക്കണം. പക്ഷെ ഒരു 1 liter കുടിക്കണ്ടേ. കാരണം എനിക്ക് സമയം ആകെപ്പാടെ വെള്ളം കുടിക്കാൻ പഠിച്ചത് ബ്രേക്ക് ടൈമിലാണ് കേട്ടോ. കാരണം തിയേറ്ററിൻ്റെ അകത്ത് വെള്ളം അലൗഡ് അല്ലല്ലോ. അപ്പം നമ്മൾ പുറത്താണ് വെള്ളം വെക്കുന്നത്. അപ്പം നമ്മൾ പുറത്തോട്ട് പോകാനുള്ള അവസരങ്ങൾ കിട്ടുന്നില്ല. ഇടയ്ക്ക് പോയി കിട്ടുവാണെങ്കിൽ ഞാൻ ജസ്റ്റ് കോറിഡോറിൽ കിടക്കുവാണെങ്കിൽ ഞാൻ പോയി കുടിച്ചിട്ട് വരും. പക്ഷെ എന്നാലും കുടിക്കാൻ സമയം കിട്ടില്ല. പിന്നെ ദാഹത്തിൻ്റെ വിഷമത്തിൻ്റെ കാര്യമൊക്കെ മറന്നു പോട്ടോ, അത്രയും പണിയായിരിക്കും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ അതുകൊണ്ട് നൈറ്റ് വന്നിട്ട് കുറച്ച് വെള്ളം കുടിക്കാൻ ട്രൈ ചെയ്തു. പക്ഷെ രാത്രിയിൽ എന്താ മൂത്രം ഒഴിക്കാൻ എണീക്കേണ്ടി വരും. അങ്ങനെയൊക്കെ പ്രശ്നം. പിന്നെ ബ്ലാഡർ ഫുള്ളായിട്ട് കിടന്നാൽ പിന്നെ UTI വരും. അങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ മാക്സിമം ഓഫുള്ള ദിവസമൊക്കെ ഈ വെള്ളമൊക്കെ കുടിക്കാൻ നോക്കും കേട്ടോ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ എൻ്റെ സ്വീറ്റ് പൊട്ടോട്ടോ കഴിച്ച് കഴിയട്ടെ. അത് ഞാൻ ബാക്കി വിശേഷങ്ങൾ പറയാവേ. അപ്പോൾ ഗൈസ് ഒരു 9 o'clock ആയിട്ട് ടൈം. അപ്പോൾ ഞാൻ വിചാരിച്ചു കടന്ന് ഉറങ്ങാം. നേരത്തെ കടന്ന് ഉറങ്ങി യൂഷ്വലി. അപ്പം ഒരു 9 ഒക്കെ ആകുമ്പോൾ ഞാൻ ഉറങ്ങിപ്പോട്ടോ, ഉറങ്ങാൻ ട്രൈ ചെയ്യും. കാരണം ഒരു 6 o'clock ആകുമ്പോൾ എണീക്കുമല്ലോ. നാളെ ഡ്യൂട്ടി ഉണ്ട് എനിക്ക്, അതും ലോങ് ഡേ ആണ് നാളെ. അപ്പം ഉറങ്ങാനുള്ള സമയമൊന്നും കിട്ടില്ല കേട്ടോ. അപ്പം ഒരു 8 hours മാക്സിമം ഉറങ്ങാനാണെങ്കിൽ നല്ല ഒരു ഫ്രഷ് ഡേ ആകത്തുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ അപ്പം ഞാൻ പല്ലൊക്കെ തേച്ചു, ഫേസൊക്കെ ക്ലീൻ ചെയ്തു. ഓക്കെ, ജസ്റ്റ് വാഷ് ചെയ്തു.
പിന്നെ ഞാൻ ഈ സെറ്റഫിൽ ഡാമാണ് യൂസ് ചെയ്യുന്നതായിട്ട് ഉറങ്ങാൻ നേരത്ത് കേട്ടോ. അത് സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആവുമേ. അപ്പോൾ ഈ സെറ്റഫിലിൻ്റെ ഡാം നല്ല ക്രീമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഞാൻ യൂഷ്വലി യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഉറങ്ങാൻ നേരത്ത് കടക്കാൻ നേരത്ത് ഇത് തേച്ച് മോയ്സ്ചർ, അല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ ഇവിടെ വൈറ്റ് പാച്ചസ് ആയിരിക്കും. കാരണം ഇവിടെ തണുപ്പല്ലേ, ഇവിടെ ഇപ്പം ഇന്ന് വേണമെങ്കിൽ 5 degrees ആട്ടോ, നല്ല കാറ്റും ഉണ്ട് പുറത്ത്. അപ്പം ഇത് തേച്ചാണ് കിടക്കുന്നത് കേട്ടോ. തേച്ച് ഇത് മോയ്സ്ചറൈസർ തേച്ച് ഹാൻഡ് ക്രീമും തേച്ച് പിന്നെ ഞാൻ ജസ്റ്റ് ലിപ്സിൽ വാസ്ലിൻ തേക്കുവേ. ഒരു നോർമൽ വാസ്ലിന് ജസ്റ്റ് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനായിട്ടാ, ജസ്റ്റ് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാൻ. വാസ്ലിൻ നല്ലതാണ്. ഞാൻ കുറേ ക്രീംസ് തേച്ചിട്ടുണ്ട്, ലിപ് ക്രീം, ലിപ് ബാമൊക്കെ തേച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് വാസ്ലിനാണ് നന്നായിട്ട് തോന്നി. നല്ല വിൻ്ററിൽ കേട്ടോ, വിൻ്ററിന് വാസ്ലിനാണ് ഏറ്റവും നല്ലത്. അപ്പം അതാണ് യൂസ് ചെയ്തത്. പിന്നെ ഇച്ചിരി ഹാൻഡ് ക്രീമോടെ തേച്ചിട്ട്, ഹാൻഡ് ക്രീമോടെ നിവിയയുടെ ക്രീമാണ് ഞാൻ ജസ്റ്റ് ഹാൻഡ് ക്രീം ആയിട്ട് തേക്കുന്നത്. എനിക്ക് കിട്ടുന്നത് ഞാൻ കയ്യിൽ തേക്കും കേട്ടോ. എനിക്കങ്ങനെ സ്പെസിഫിക്കലി എനിക്ക് ഈ ക്രീം തന്നെ വേണം എന്നൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ കിട്ടുന്നത് തേക്കും. പിന്നെ മുടി ഒന്ന് ചെയ്യണം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഇന്നത്തെ എൻ്റെ ദിവസം തീരുന്നത്. അപ്പം ഡ്യൂട്ടിയിലൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് എൻ്റെ ദിവസം തീരും കേട്ടോ. കാരണം രാവിലെ എനിക്ക് പെടാന്ന് ഞാൻ റെഡിയായി ഡ്യൂട്ടിക്ക് പോവുക, പിന്നെ വൈകുന്നേരം വന്നും ഇപ്പോൾ ഓരോ ചിലപ്പം കുക്കിങ്ങിലാണ്. പരമാവധി ഞാൻ ഓഫുള്ള ദിവസങ്ങളിൽ കുക്ക് ചെയ്ത് വെക്കുന്നത്. അപ്പം ഈ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഈസി ബ്രേക്ക്ഫാസ്റ്റ് ട്രൈ ചെയ്യും കേട്ടോ. ചിലപ്പം ചപ്പാത്തിക്ക് തലേദിവസം ഉണ്ടാക്കി വെക്കുവേ, രാവിലെ എണീറ്റ് ചൂടാക്കിയാൽ മതിയല്ലോ. കറിയൊക്കെ ഞാൻ ഉണ്ടാക്കി വെക്കും ഡ്യൂട്ടി ഉണ്ടെങ്കിൽ. അപ്പം പിന്നെ ഞാൻ ലഞ്ചൊക്കെ ഓൾറെഡി ഞാൻ എല്ലാം ഉണ്ടാക്കി വെക്കും ഓഫുള്ള ദിവസങ്ങൾ. ഡ്യൂട്ടി ഉള്ള ദിവസം ഇൻ കേസ് എനിക്ക് 3 days 4 days കണ്ടിന്യൂസ് ഡ്യൂട്ടി ഇതുവരെ വന്നിട്ടില്ല. വരുവാണെങ്കിൽ മാത്രം ഞാൻ പണ്ട് വരുമായിരുന്നു കേട്ടോ. ആദ്യമൊക്കെ ഞാൻ ജോലിയായിരുന്നു. അപ്പം 4 days കണ്ടിന്യൂസ് വരാറില്ല, ഇടയ്ക്ക് ഒരു ദിവസം ഓഫ് കിട്ടും. അപ്പം അന്ന് ഞാൻ എല്ലാ ഷോപ്പിങ്ങും കുക്കിങ് ചെയ്ത് വെക്കും കേട്ടോ. അപ്പം ഞാൻ നൈറ്റ് ഉറങ്ങാൻ ജസ്റ്റ് തലയൊക്കെ ഒന്ന് ചെയ്യും പിന്നെ കിടക്കും, അല്ലെങ്കിൽ നല്ല ചടിയായിരിക്കും കേട്ടോ. രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര നോട്ട്സ് ആയിരിക്കും. അപ്പം ജസ്റ്റ് പിന്നിട്ടിട്ട് കിടക്കും കേട്ടോ. അപ്പം അതാണ് എൻ്റെ ഒരു ദിവസത്തെ ഡ്യൂട്ടി ഉള്ളപ്പോൾ എൻ്റെ ദിവസത്തെ ഒരു റുട്ടീന്. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ, വലിയ സംഭവമൊന്നുമല്ല. നിങ്ങളെല്ലാവരും ചെയ്യുന്ന സംഭവങ്ങളൊക്കെ കേട്ടോ. അപ്പം ചിലപ്പോൾ ഞാൻ ഇപ്പം 1 hour 1.5 hours ഈവനിങ് ഒരു റെസ്റ്റ് എടുക്കാൻ കിട്ടത്തുള്ളൂ കേട്ടോ. കാരണം കുക്കിംഗ് ഉണ്ടെങ്കിൽ പിന്നെ പാത്രമൊക്കെ കഴുകാൻ കാണുമല്ലോ. ഡെഫിനറ്റ്ലി പാത്രങ്ങൾ കഴുകാനും ചിലപ്പോൾ ക്ലീനിങ്ങും അങ്ങനത്തെ സമയം, അല്ലെങ്കിൽ ചിലപ്പം എവിടെയെങ്കിലുമൊക്കെ ബർത്ത്ഡേ പാർട്ടീസോ അങ്ങനെയൊക്കെ കാണും ചിലപ്പോൾ കേട്ടോ. അല്ലാതെ ഇന്ന് അങ്ങനെ സ്പെഷ്യലായിട്ട് ഒന്നും ഇല്ലായിരുന്നേ. അപ്പം അങ്ങനെ എൻ്റെ ഇന്നത്തെ ഡേ കഴിഞ്ഞു. 9 o'clock ആയി ഓൾമോസ്റ്റ്. അപ്പം തലയൊക്കെ പിന്നിട്ട് സോ റെഡി ടു ഗോ ടു സ്ലീപ്പ്. അപ്പം അങ്ങനെ ഗൈസ് ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും നഴ്സസ് ഇൻ അയർലൻഡിനെ കുറിച്ച് വല്ല ചോദിക്കുകയാണെങ്കിലോ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലോ, അപ്പം ഞാൻ എങ്ങനെ ഇവിടെ വന്ന് എത്തിപ്പെട്ടിയെന്നോ അല്ലെങ്കിൽ HSL എങ്ങനെ ജോബ് കിട്ടുന്നതെന്ന് ചോദിക്കാനുള്ള ഡൗട്ട്സ് എന്തെങ്കിലുമൊക്കെ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ യു ക്യാൻ കമൻറ്റ് ഓൺ മൈ കമൻറ്റ് ബോക്സ് കേട്ടോ. എല്ലാവരും കമൻറ്റ് ചെയ്യുക. പിന്നെ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ, താങ്ക്സ് ഫോർ ബെയറിങ് വിത്ത് മീ. അപ്പം എല്ലാവരും എന്താ ചെയ്യുക, അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ എൻ്റെ ചാനൽ. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ആരെങ്കിലും നഴ്സസ് അബ്രോഡ് പോകാൻ നോക്കിയിരിക്കുവാണെങ്കിൽ, മീൻസ് ഇഫ് ദേ ആർ വെയിറ്റിംഗ് ടു ഗോ അബ്രോഡ്, എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കൂടെ എങ്ങനെയാണ് നഴ്സസ് ലൈഫ് ഇൻ അബ്രോഡിന് ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ഫോർ ദം. ഓക്കെ, അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് എൻ്റെ ചാനലിൽ വേണമെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനൊരു ന്യൂ യൂട്യൂബർ ആണല്ലോ. അപ്പം താങ്ക് യു, ബൈ. അപ്പം ഗുഡ് നൈറ്റ്. ഞാനിപ്പോൾ ഉറങ്ങാൻ പോവാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾ കമൻറ്റ് ചെയ്യണേ, നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ വേണമെങ്കിൽ, എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ ഞാൻ ക്ലാരിഫൈ ചെയ്യാൻ ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും നാട്ടിലുള്ളവരാണ് വാച്ച് ചെയ്യണമെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. if you want to ask any doubts about nurses in Ireland or how is life in Ireland, please do comment. Okay, so thanks for watching my video guys. See you soon in my next video. Bye.